എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഇന്നത്തെ കഥ പറയിപ്പെറ്റ പന്തിരുകുലം. പണ്ട് വരരുചി എന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ പണ്ഡിതനായിരുന്നു. വിക്രമാദിത്യ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതനായിരുന്നു വരരുചി. കാരണം അദ്ദേഹത്തോളം ബുദ്ധിശക്തിയുള്ള ഒരാൾ ആ രാജസദസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാജാവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തേടിയിരുന്നത് വരരുചിയുടെ അടുത്തായിരുന്നു. അത് വളരെ കൃത്യതയോടുകൂടി സംശയ നിവാരണം നിവർത്തി കൊടുക്കാൻ വരരുചിക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് ഒരു സംശയം ഉടലെടുത്തു. ഏതാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം? രാജാവ് ഉടൻ തന്നെ ഈ സംശയം രാജസദസ്സിൽ അവതരിപ്പിച്ചു. രാജാവിൻ്റെ ചോദ്യം കേട്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും തല കുമ്പിട്ടിരുന്നു. കാരണം അത് വല്ലാത്തൊരു ചോദ്യമാണ്. രാമായണം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ എടുത്തു പറയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ രാജാവ് വേഗം വരരുചിയുടെ അടുത്തേക്ക് നോക്കി. അദ്ദേഹം നോക്കിയപ്പോൾ വരരുചിയും തല കുമ്പിട്ടിരിക്കുന്നു. അതോടുകൂടി മഹാരാജാവിന് പെട്ടെന്ന് അങ്ങോട്ട് അരിശം കയറി. അദ്ദേഹം വരരുചിയോട് കൽപ്പിക്കും, 41 ദിവസത്തിനുള്ളിൽ എനിക്ക് ഉത്തരം കിട്ടിയിരിക്കണം. അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരരുചി എൻ്റെ രാജസദസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. വരരുചിക്ക് വല്ലാത്ത വിഷമാവും, വല്ലാത്ത നാണക്കേടും തോന്നും. അദ്ദേഹം വളരെ വിഷാദത്തോടു കൂടി ഉടൻ തന്നെ രാജകൊട്ടാരം വിട്ടിറങ്ങിപ്പോകും. അങ്ങനെ അദ്ദേഹം ഓരോ ദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. പല യോഗ്യന്മാരെയും കണ്ട് തൻ്റെ സംശയം ചോദിക്കും. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അവരുടെയൊക്കെ ഉത്തരം ഒന്ന് തന്നെ. അതായത് രാമായണത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഏതാണെന്ന് എടുത്തു പറയാൻ അസാധ്യമാണ്. എല്ലാ ശ്ലോകങ്ങളും രാമായണത്തിലെ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ വരരുചി ആകെ മനസ്സുമടുക്കും. അദ്ദേഹത്തിന് തോന്നി ഇനി ഒരിക്കലും തനിക്ക് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. തൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണമൊക്കെ വെടിഞ്ഞ് അങ്ങനെ തൻ്റെ ശരീരം ഉപേക്ഷിച്ച് കളയാം. അങ്ങനെ ഒരു ചിന്തയോടുകൂടി വരരുചി ആകെ നിരാശനായി എല്ലായിടവും അലഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവസാന ദിവസമായി. അതിൻ്റെ തലേ ദിവസം രാത്രി വരരുചി ഒരു കാടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. അദ്ദേഹത്തിനാണെങ്കിൽ വല്ലാത്ത വിശപ്പും ദാഹമൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ കണ്ട ഒരു മരത്തിന് ചുവട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മരത്തിന് ചുവട്ടിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, അതുപോലെ വരരുചി പ്രാർത്ഥിച്ചു, വനദേവതമാരെ എന്നെ കാത്തോളണമേ എന്ന്. അങ്ങനെ അതും പറഞ്ഞ് വരരുചി അവിടെ കിടന്ന് ഉറക്കായി. അപ്പൊ യഥാർത്ഥത്തിൽ ആ മരത്തിന് മേലെ 2 വനദേവതമാര് ഇരിപ്പുണ്ടായിരുന്നു. അവര് വരരുചിയുടെ ഈ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മറ്റു ചില വനദേവതമാർ ഈ വനദേവതമാരുടെ അരികിലേക്ക് എത്തി. അപ്പൊ ഈ വന്ന വനദേവതമാര് ഇവിടെയുള്ള ദേവതമാരോട് ചോദിക്കും, കുറച്ചകലെ ഒരു പ്രസവം നടക്കുന്നുണ്ട്, നിങ്ങൾ പോരുന്നുണ്ടോ അത് കാണുവാൻ? ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പറയും.
അപ്പോൾ നമ്മുടെ മരത്തിലെ ദേവതമാർ പറയും, വരാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ താഴെ കിടക്കുന്ന ആൾ അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ പോയി ഇതുവഴി തന്നെ വരൂ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരൂ എന്നറിയും. അപ്പം ഇത് കേട്ടപ്പോൾ മറ്റേ വനദേവതമാരെല്ലാം അവിടെ നിന്ന് പറന്നുപോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വരരുചിയുടെ ഉറക്കമൊക്കെ ഒന്ന് വിട്ടകന്നു. രാത്രി തന്നെയാണ്. രാത്രിയുടെ ഏതാണ്ട് അന്ത്യയാമം ആയി തുടങ്ങി. വരരുചി കണ്ണു തുറന്നു. അപ്പം ഈ സമയത്ത് നമ്മുടെ പ്രസവം കാണാൻ പോയ വനദേവതമാരെല്ലാം തിരിച്ചു വരുന്ന നേരമായിരുന്നു. അവർ നേരെ വന്ന് മരത്തിലുള്ള ദേവതമാരോട് വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവർ ചോദിച്ചു, എവിടെയായിരുന്നു പ്രസവം ചോദിച്ചു. അപ്പോൾ വനദേവതമാർ പറഞ്ഞു, ആ കുറച്ചകലെയുള്ള പറയന്റെ കുടിലായിരുന്നു പ്രസവം. എന്തു കുട്ടിയാണ്? അത് പെൺകുഞ്ഞാണ്. അപ്പോൾ ഉടനെ വനദേവതമാർ ചോദിക്കും, അവളെ ആരാണ് കല്യാണം കഴിക്കുക എന്ന് ചോദിക്കും. അപ്പം ഇത് കേട്ടപ്പോൾ വനദേവതമാർ പറയും, മാം വിദ്ധി എന്ന ശ്ലോകം അറിയാതെ താഴെ കിടന്നുറങ്ങുന്ന ഈ ബ്രാഹ്മണനുണ്ടല്ലോ, അയാളാണ് ആ പറയിക്കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയും. അപ്പം ഇതെല്ലാം വരരുചി കിടന്ന് കേൾക്കുകയാണ്. അദ്ദേഹം വളരെ പണ്ഡിതനാണല്ലോ. അവരുടെ ഭാഷയെല്ലാം അദ്ദേഹത്തിന് തിരിയും. അപ്പം ഇത് കേട്ട വശം ഉള്ളിലങ്ങോട്ട് വല്ലാത്തൊരു സന്തോഷം വന്നു. കാരണം മാം വിദ്ധി എന്ന ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് വരരുചിക്ക് മനസ്സിലായി. അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ താൻ തല കുനിക്കേണ്ടി വരില്ല. പക്ഷേ രണ്ടാമത്തെ അവർ പറഞ്ഞ കാര്യം വരരുചിയുടെ മനസ്സിന് വല്ലാത്ത വേദനയും ഉണ്ടാക്കി. എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു പറയി പെണ്ണിനെ കല്യാണം കഴിക്കും. എങ്കിലും അദ്ദേഹം വേഗം എഴുന്നേൽക്കും. എഴുന്നേറ്റ് നേരെ രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കും. അപ്പോൾ ഈ സമയം രാജകൊട്ടാരത്തിൽ രാജാവ് ഭയങ്കര വിഷാദത്തിലിരിക്കുക. താൻ വലിയൊരു അബദ്ധം ചെയ്തു എന്നാണ് രാജാവിന് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായി 41 പൊക്കമായി, എന്നിട്ടും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി കാണുമോന്നും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ വിഷാദിച്ചിരിക്കുന്ന നേരത്താണ് നമ്മുടെ വരരുചി രാജസദസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ പ്രസന്ന ഭാവം കണ്ടപ്പോൾ തന്നെ രാജാവിന് കാര്യം മനസ്സിലായി. വരരുചി ഇത്തവണയും ജയിച്ചിരിക്കുന്നു. പക്ഷെ വരരുചിയെ കണ്ട വശം മറ്റു പണ്ഡിതന്മാർക്കൊക്കെ മനസ്സിന് ചെറിയൊരു വിഷമവും തോന്നി. അങ്ങനെ വന്ന് വരരുചി വളരെ ബഹുമാനപൂർവം രാജാവിനോട് പറയും, മഹാരാജാവേ, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം, അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിരിക്കുന്നു. ആ ഉത്തരം ഞാൻ ചൊല്ലിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്ലോകം പറയുകയാണ്. ആ ശ്ലോകം എന്ന് പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും സീതയും കൂടി വനവാസത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ സുമിത്രാദേവി തൻ്റെ മകനായ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജാം അയോധ്യാമടവീം വിധി ഗച്ഛതാത യഥാ സുഖം. അതായത് ആ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, രാമനെ, ജ്യേഷ്ഠനെ അച്ഛൻ്റെ പോലെയും സീതാദേവിയെ എന്നെപ്പോലെയും കാടിനെ അയോധ്യയെ പോലെയും കരുതിക്കൊണ്ട് നീ
സുഖത്തോടു കൂടി യാത്ര പുറപ്പെടൂ. ഇങ്ങനെയാണ് സുമിത്ര തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം മാം വിദ്ധി, എന്നെപ്പോലെ കരുതുക എന്നുള്ള ആ അർത്ഥവുമാണ്, ആ വാക്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. അപ്പം രാജാവിന് വല്ലാത്ത സന്തോഷമായി. വളരെ എന്താ പറയുക, നല്ലൊരു ഉത്തരം കൊണ്ടാണ് വരരുചി വന്നിട്ടുള്ളത്. അപ്പം രാജാവ് കൈ നിറച്ച് സമ്മാനങ്ങളും എല്ലാതും വരരുചിക്ക് കൊടുക്കും. അപ്പം വരരുചി ഇതെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു വിഷാദം കിടക്കുന്നുണ്ടല്ലോ, തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ. അപ്പം അതും കൂടി ഒന്ന് മാറ്റി കിട്ടുകയാണെങ്കിൽ തൻ്റെ കാര്യം സുരക്ഷിതമായി. അങ്ങനെയാണ് വരരുചി കണക്കാക്കുന്നത്. അപ്പം വരരുചി മഹാരാജാവിനോട് പറയും, അങ്ങയോട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്തുവാനുണ്ട്. ഇവിടെ ഒരു പറയൻ്റെ കുടിലിൽ ഒരു പ്രസവം നടന്നിട്ടുണ്ട്. അതൊരു പെൺകുഞ്ഞാണ് ജനിച്ചിട്ടുള്ളത്. ജാതകവശാൽ ആ കുട്ടിക്ക് 3 വയസ്സ് തികയും മുമ്പ് ഈ രാജ്യം മുടിയും. അതിനുള്ള ലക്ഷണങ്ങൾ വേഗം തന്നെ കണ്ടു തുടങ്ങുകയും ചെയ്യും. അതിനാൽ അങ്ങ് വേഗം ആ കുഞ്ഞിനെ വധിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിപ്പിക്കണം എന്ന് പറയും. അത് വല്ലാത്തൊരു ഇതായിപ്പോയി അല്ലേ? അങ്ങനെ തന്നെയാണ് രാജാവിനും രാജസദസ്സിലുള്ള മറ്റുള്ളവർക്കും തോന്നിയത്. ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പാപമാണ്. അപ്പം അത് ചെയ്യുവാനായിട്ട് രാജാവിന് എന്താ പറയുക, മനസ്സ് വന്നില്ല. പകരം അദ്ദേഹം പറയും, വരരുചി നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ചങ്ങാടത്തിൽ ആ പെൺകുഞ്ഞിനെ കിടത്തി ആ കുഞ്ഞിൻ്റെ മൂർധാവിൽ ഒരു പന്തവും കൊളുത്തിക്കൊണ്ട് ആ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുക്കി വിടുക. അപ്പം അങ്ങനെ അപ്പോൾ നദിയിലൂടെ ഒഴുകിപ്പോയി ആ കുഞ്ഞ് സ്വയമേവ എങ്ങനെയെങ്കിലും മരിച്ചു പോകും. അങ്ങനെയാണ് അവർ കരുതിയത്. അപ്പം നമ്മുടെ വരരുചിയും അത് തന്നെ കരുതി. അപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. വീണ്ടും അദ്ദേഹം രാജകൊട്ടാരത്തിലെ കാര്യങ്ങളും മറ്റുമായി സന്തോഷപൂർവ്വം ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വരരുചി ഒരു യാത്രാ മധ്യേ ഒരു ഉച്ച നേരമൊക്കെ ആയപ്പോൾ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വരരുചിയെ കണ്ടപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങൊന്ന് കുളിച്ചു വരൂ, ഇവിടെ ഇന്നത്തെ ഊണ് ഇവിടെ നിന്നാക്കാം എന്ന് പറയും. അപ്പോൾ വരരുചിക്ക് ഈ ബ്രാഹ്മണന് എത്രത്തോളം ബുദ്ധിയുണ്ട് എന്നൊന്ന് പരീക്ഷിക്കണമെന്ന് വെറുതെ ഒന്ന് തോന്നി. അപ്പോൾ വരരുചി ഇയാളോട് പറയും, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ച് തരണം, എന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണൻ ചോദിക്കും, അങ്ങക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയും. അപ്പം വരരുചി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയും, എനിക്ക് കുളി കഴിഞ്ഞ് വരുമ്പോൾ ഉടുക്കാൻ വീരവാളിപ്പട്ട് വേണം. 2, 100 പേർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഊണ് കഴിക്കൂ. 3, ഊണിന് 108 തരം കറികൾ വേണം. 4-മത്തെ കാര്യം, ഊണ് കഴിഞ്ഞാൽ എനിക്ക് 3 പേരെ തിന്നണം. 5-മത് പറയുന്നത്, എന്നെ 4 പേര് ചുമക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ കേട്ട വശം ബ്രാഹ്മണൻ ആകെ അങ്ങോട്ട് അമ്പരക്കും. ഇതിൻ്റെ അർത്ഥമാണെങ്കിൽ ഒട്ടും തന്നെ മനസ്സിലാകുന്നുമില്ല. അപ്പം അങ്ങനെ ബ്രാഹ്മണൻ അമ്പരന്ന് നിൽക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു
പെൺകുട്ടിയുടെ സ്വരം കേൾക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ബ്രാഹ്മണന്റെ മകൾ പറയുകയാണ്, അച്ഛാ ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി വെക്കാമെന്ന് അദ്ദേഹത്തിനോട് പറയൂ, വേഗം കുളി കഴിഞ്ഞ് വരുവാൻ പറയൂ എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണൻ അതേപോലെ മകൾ പറഞ്ഞതുപോലെ തന്നെ വരരുചിയോട് പറയും. വരരുചി കുളിക്കാനായി പോവുകയും ചെയ്യും. അപ്പോൾ ബ്രാഹ്മണൻ വേഗം മോളോട് ചോദിക്കും, നീ എന്താ മോളെ പറയുന്നത്, ഇതൊക്കെ നമുക്ക് എങ്ങനെ നിവർത്തിച്ചു കൊടുക്കാനാണ് എന്ന് പറയും. അപ്പോൾ മോള് പറയും, അച്ഛാ അദ്ദേഹം വീരവാളിപ്പട്ട് വേണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഉടുക്കാൻ ചീന്തൽ കോണകം വേണമെന്നാണ്. രണ്ടാമത് 100 പേരെ ഊട്ടണം എന്ന് പറഞ്ഞില്ലേ, അത് വൈശ്യം ചെയ്ത്, ഇതൊരു പൂജാവിധിയാണ്, വൈശ്യം ചെയ്ത് 100 ദേവതമാരെ പ്രീതിപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമത് 108 തരം കറികൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഉണ്ണാനായി ഇഞ്ചിക്കറി വേണമെന്നാണ്. ഇഞ്ചിക്കറി 108 കറികൾക്ക് തുല്യമാണ്. നാലാമത് അദ്ദേഹം പറഞ്ഞത് 3 പേരെ തിന്നണം. അതിനർത്ഥം ഊണ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വെറ്റിലയും പാക്കും 100 കൂട്ടി മുറുക്കണമെന്നാണ് അർത്ഥം. അഞ്ചാമത് 4 പേര് ചുമക്കണമെന്ന് പറഞ്ഞത് ഈ മുറുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങണം. അപ്പോൾ പെൺകുട്ടി അച്ഛനോട് അതെല്ലാം വിവരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന് വല്ലാത്ത സന്തോഷമായി. അപ്പോൾ ഈ സമയം വരരുചി വരികയാണ്. അപ്പോഴേക്കും ഇതെല്ലാം ഈ പെൺകുട്ടി തയ്യാറാക്കി വെച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ വരരുചി ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ ആക്കി വെക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വരരുചി ബ്രാഹ്മണനോട് ചോദിക്കും, ഇതെങ്ങനെയാണ്, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ അങ്ങേക്ക് എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ വരരുചി പറയും, ഇതെൻ്റെ കഴിവല്ല, എൻ്റെ മകളുടെ കഴിവാണെന്ന് അറിയും. അപ്പോൾ ആ ബ്രാഹ്മണ കന്യകനെ കണ്ടപ്പോൾ വരരുചിക്ക് വല്ലാത്ത അനുരാഗം തോന്നും. ആ ബുദ്ധിശക്തിയിലും സൗന്ദര്യത്തിലും ഒക്കെ ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് വരരുചിക്ക്. അങ്ങനെ അവളെ കല്യാണം കഴിക്കാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പം ഗൃഹനാഥൻ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വരരുചിക്ക് ഭാര്യയായി. അങ്ങനെ അവർ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു പോകുന്നതിനിടയിൽ ഒരു ദിവസം അവരിങ്ങനെ പ്രേമസല്ലാപമൊക്കെ നടത്തുകയാണ്. ഈ സമയം ഭാര്യയുടെ തലമുടി ഇപ്പോൾ വരരുചി ഇങ്ങനെ ഒന്ന് എന്താ പറയുക കോതി കൊടുക്കുകയാണ്. ഈ കോതി കൊടുക്കുമ്പോൾ ഭാര്യയുടെ മൂർധാവിൽ ഒരു വല്ലാത്തൊരു കുഴി കാണുകയാണ്. അപ്പോൾ വരരുചി ചോദിച്ചു, ഇതെന്താ പറ്റിയത്, നിന്റെ തലയിൽ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയും, ഇത് എൻ്റെ തലയിൽ ഒരു പന്തം കൊളുത്തി വെച്ചതിൻ്റെ പാടാണ്. പണ്ട് എന്നെ ആരോ തലയിൽ പന്തം കൊളുത്തി വെച്ച് പുഴയിലൂടെ ഒഴുക്കി വിട്ടതാണ്. ഈ സമയം എൻ്റെ അമ്മ പുഴയിൽ കുളിക്കുമ്പോൾ എന്നെ കണ്ടെത്തുകയും അങ്ങനെ അവരുടെ മകളായി എന്നെ വളർത്തുകയും ചെയ്തതാണെന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ വരരുചിക്ക് മനസ്സിലാവുന്നത്, വിധി എന്ന് പറയുന്ന സംഭവം എങ്ങനെയൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും അത് മാറുകയില്ല എന്നത്. അപ്പം അദ്ദേഹം തെല്ലൊരു വിഷാദത്തോടു കൂടി അദ്ദേഹം ചെയ്ത തെറ്റൊക്കെ ഭാര്യയോട് പറയും. എന്നിട്ട് ഭാര്യയോട് പറയും, ഇനി നമുക്ക് നമ്മുടെ ഈ വീട്ടിലൊന്നും താമസിക്കണ്ട, നമുക്ക് ദേശസഞ്ചാരികളായിട്ട് നടക്കാം, അങ്ങനെ നമുക്ക് കാലം കഴിച്ചു കൂട്ടാം എന്ന് പറയുകയാണ്. അങ്ങനെ വരരുചിയും ഭാര്യയും കൂടി ദേശസഞ്ചാരം തുടങ്ങി. അവിടെ ഓരോരോ ദേശങ്ങൾ സഞ്ചരിക്കുന്നതിനിടയിൽ പറയി ഗർഭിണിയാവുകയാണ്. ഇപ്പോൾ പ്രസവ സമയം എടുത്തപ്പോൾ ഒരു കാട്ടുപ്രദേശത്ത് കയറി ഇരുന്ന് പ്രസവിക്കും. പ്രസവിച്ച കുഞ്ഞിനെയുമായി പറയി വന്നപ്പോൾ വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായയുണ്ടോ
അപ്പോൾ പറഞ്ഞു ഉണ്ട്. അപ്പോൾ വരരുചി പറയും, വായ കീറിയ പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്, അവിടെ വെച്ചോളൂ എന്ന് പറയും. അതായത് കുഞ്ഞിനെ തങ്ങളുടെ കൂടെ കൊണ്ടുവരണ്ട, കുഞ്ഞിനെ ഉപേക്ഷിച്ചു കൊള്ളൂ എന്നാണ് വരരുചി പറയുന്നത്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പറയ്ക്ക് വരരുചി പറയുന്നത് അനുസരിക്കേണ്ടതായി വരികയാണ്. അങ്ങനെ 11 സ്ഥലങ്ങളിലായി 11 പ്രസവം നടത്തുകയാണ്. അവിടെയെല്ലാം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ 12ാമത്തെ പ്രസവമായി. അപ്പം ഇപ്രാവശ്യമാണെങ്കിൽ പറയ്ക്ക് വല്ലാത്ത സങ്കടമാണ്. ഒരു കുഞ്ഞിനെങ്കിലും തനിക്ക് വളർത്താൻ പറ്റിയെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് അന്ന് പ്രസവം നടന്നപ്പോൾ വരരുചി പതിവ് ചോദ്യം ചോദിക്കും. അപ്പോൾ പറയും കുഞ്ഞിന് വായയില്ല എന്ന് പറയും. അപ്പോൾ വരരുചി പറഞ്ഞു, എങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊള്ളുക. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം നോക്കിയപ്പോൾ ഉണ്ട്, വായയുണ്ടായിരുന്ന ആ കുഞ്ഞിൻ്റെ വായ ഭാഗം മൂടപ്പെട്ടിരിക്കുന്നു, വായയില്ലാണ്ടായി മാറിയിരിക്കുന്നു. അതോടുകൂടി പറയ്ക്ക് മനസ്സിലാവുകയാണ് വരരുചി ആരാണെന്നുള്ള കാര്യം. അപ്പോൾ വേഗം തന്നെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞ് കാര്യം അവതരിപ്പിക്കും. അപ്പോൾ അവിടെ ഒരു കുന്നും പ്രദേശമായിരുന്നു. അപ്പോൾ വരരുചി ആ കുഞ്ഞിനെ അവിടെ ആ കുന്നിൻ പുറത്ത് പ്രതിഷ്ഠിക്കുകയാണ്. ആ പ്രതിഷ്ഠിച്ചതോടുകൂടി അതൊരു പ്രതിഷ്ഠയായി ഉടനെ മാറുകയാണ്. അതാണ് വായില്ല കുന്നിലപ്പൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് വരരുചിയും ഭാര്യയും ഓരോ ദേശങ്ങളിലും സഞ്ചരിച്ച് അവരുടെ കാലം കഴിച്ച് കൂട്ടുകയാണ്. ഇപ്പം 11 സ്ഥലങ്ങളിലായി 11 മക്കൾ വളർന്നു വന്നു. ഇവരെയെല്ലാം പല ജാതിയിൽപ്പെട്ട ആളുകളാണ് എടുത്തു വളർത്തിയത്. അവരാണ് അഗ്നിഹോത്രി, പാക്കനാർ, പെരുന്തച്ചൻ, നാറാണത്ത് പ്രാന്തൻ, അകവൂർ ചാത്തൻ, അങ്ങനെ 11ഓളം പേരുണ്ട്. പക്ഷെ ഇവരെല്ലാം ബാല്യകാലം കഴിഞ്ഞപ്പോൾ പരസ്പരം മനസ്സിലാക്കിയവർ തങ്ങളെല്ലാം ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണെന്ന കാര്യം അവർ മനസ്സിലാക്കിയതോടുകൂടി അവർ തമ്മിൽ വല്ലാത്തൊരു സ്നേഹബന്ധം ഉടലെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇവരെല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ശ്രാദ്ധമൊക്കെ ആകുമ്പോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ഒത്തുകൂടും. എന്നിട്ട് ഒരുമിച്ചാണ് ശ്രാദ്ധമൊക്കെ കൂട്ടുക. പക്ഷെ ഇത് നമ്മുടെ അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം അഗ്നിഹോത്രി വളർന്നത് ഒരു ബ്രാഹ്മണ ഗൃഹത്തിലാണ്. തന്മൂലം അദ്ദേഹം ബ്രാഹ്മണനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും തന്നെ മറ്റു താന്ന ജാതിയിലാണ് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്കുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ശ്രാദ്ധത്തിൻ്റെ തലേദിവസം സഹോദരന്മാരെല്ലാം ഒത്തുകൂടി രാത്രി ഇവർ സംസാരമെല്ലാം കഴിഞ്ഞ് ഇവർ ഓരോ റൂമുകളിലുമായി പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പം ഭാര്യയുടെ മുഖത്തെ ഭാവവും അതേപോലെ തന്നെ പൂജാവിധികൾ നടത്തുവാനായിട്ടൊരു ബ്രാഹ്മണനും വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ അഗ്നിഹോത്രിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ സഹോദരന്മാർ ഇവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് 2 പേർക്കും ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അപ്പം ഇതൊന്ന് മാറ്റിക്കളയണം. അതിനു വേണ്ടിയിട്ട് അഗ്നിഹോത്രി ഇവർ 2 പേരെയും വിളിച്ചിട്ട് പറയും, നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളക്കെടുത്ത് സഹോദരന്മാർ കിടന്ന് ഉറങ്ങുന്ന മുറികളിൽ കയറി ചെല്ലും. അവരെ നോക്കിക്കൊണ്ട് അഗ്നിഹോത്രി പറയും, നിങ്ങൾ എന്നെ തൊട്ടുകൊണ്ട് ഈ കിടന്നുറങ്ങുന്നവരെയൊക്കെ ഒന്ന് നോക്കൂ എന്ന് പറയും. അപ്പം ഭാര്യയും മറ്റേ ബ്രാഹ്മണനും അഗ്നിഹോത്രിയെ പിടിച്ചുകൊണ്ട് ആ കിടന്നുറങ്ങുന്ന സഹോദരന്മാരെ നോക്കിയപ്പോൾ എന്ത് കാഴ്ചയാണ് കണ്ടതെന്നറിയോ? അനന്തൻ്റെ മേൽ കിടന്നുറങ്ങുന്ന മഹാവിഷ്ണുവിനെയാണ് അവരവിടെ ദർശിച്ചത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് പറയിപ്പെറ്റ ആ മക്കളെല്ലാവരും തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ തന്നെ ആയിരുന്നു എന്നത്. അതോടുകൂടി അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന
മനസ്സിലുള്ള വിഷമതകളെല്ലാം നീങ്ങുകയാണ്. അവർ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞ് സന്തോഷപൂർവ്വം സഹോദരന്മാരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പറയി പെറ്റ പന്തിരുകുലത്തിൻ്റെ ഐതിഹ്യം. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.